എല്ലാവർക്കും SR കറിവെട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞി സദ്യയാണ് കാണിക്കണത് കേട്ടോ. അതും തന്നെയല്ല, 100 രൂപയുടെ സാമ്പാർ കിറ്റ് വെച്ചിട്ട് അതിലുള്ള കഷ്ണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സദ്യ റെഡിയാക്കിയിരിക്കുന്നത്. ഞാൻ ന്യൂ ഇയറിൻ്റെ അന്നാണ് ഈ സദ്യ റെഡിയാക്കിയത്. ഇതിൽ കിറ്റിൽ ഇല്ലാത്തതായിട്ടുള്ളത് ഇഞ്ചുംപുളിയും പായസമാണ് കേട്ടോ. പിന്നെ സദ്യക്ക് ഇഞ്ചുംപുളി ഇല്ലാതെ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇഞ്ചുംപുളി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഈ കിറ്റിലുള്ള കഷ്ണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 100 രൂപയുടെ നമ്മുടെ കിറ്റ് കേട്ടോ. ഇനി ഇതിലത്തെ കഷ്ണങ്ങൾ നോക്കാം. ഒക്കെ ഫ്രഷ് കഷ്ണങ്ങളാട്ടാ തന്നിരിക്കുന്നത്. കായുണ്ട്, കുമ്പളങ്ങയുണ്ട്, കൈപ്പയ്ക്കുണ്ട്, പയറുണ്ട്, മുരിങ്ങക്കായുണ്ട്, മത്തനുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പയറുണ്ട്, കൊത്തമല്ലി ഉണ്ട്, കോവയ്ക്കുണ്ട്. ഒട്ടുമിക്ക കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ സാമ്പാറിനാണ് കഷ്ണങ്ങൾ റെഡിയാക്കി എടുക്കുന്നത്. ഈ കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ സാമ്പാറിന് എടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കണത് കാണിച്ച വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് കഷ്ണങ്ങളൊന്നും കട്ട് ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ റെസിപ്പികൾ മുഴുവനൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ. അതേ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തനും പയറും എലിശ്ശേരി ഉണ്ടാക്കാൻ മത്തൻ, പയറും മെഴുക്ക് വരട്ടി. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളാണ് ഇതൊക്കെ. ക്യാരറ്റ് ഉണ്ട്, പടവലങ്ങ ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, കായുണ്ട്, ചേന ഉണ്ട്, പടവലങ്ങ ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്. പിന്നെ ഇത് സാമ്പാർ കഷ്ണം കേട്ടോ. ഇനി പിന്നെ അതേ ബീട്രൂട്ടും ഉണ്ട് കേട്ടോ. അത് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ബീട്രൂട്ടും അതിലുണ്ടായിട്ടുണ്ടായി. ആദ്യം നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. ഇനി ഒരടുപ്പത്ത് ഞാൻ അവിയൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുള്ള കഷ്ണങ്ങൾ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കീറിയിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം, ജീരകം, ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്താണ്. അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിക്കുക തന്നെ. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി. അപ്പോൾ ഒരടുപ്പത്ത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത്. സാമ്പാറൊന്നും വറുത്തരച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടാണ്. ഇപ്പോൾ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറവാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഒരു നുള്ളു ജീരകവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡിയായി. ഇപ്പോൾ 2 ഐറ്റംസ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മത്തനും പയർ റെഡിയാക്കാനായി പയർ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ സാമ്പാർ റെഡിയായി. അപ്പോൾ മത്തനും പയർ റെഡിയാക്കാനായിട്ട് ഇതേ പയർ വേവിച്ചതിലേക്ക് മത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചുംപുളി ഇവിടെ റെഡിയാക്കി എടുക്കാം. ഇഞ്ചുംപുളി റെഡിയാക്കാനായി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക തന്നെ. എന്നിട്ട് പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുക. ഇഞ്ചിപ്പൊടിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയുന്നത് തന്നെ. ഇഞ്ചിപ്പൊടിയുടെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഒരടുപ്പത്ത് പായസം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 3-ാം പാലിൽ കുക്കറിൽ ഗോതമ്പ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ ഇതാണ് പായസമാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക തന്നെ കേട്ടോ. അപ്പോൾ ഇതേ മത്തനും പയറും ഇവിടെ റെഡിയായി. അതിലേക്ക് നാളികേരം, ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താണ്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ അതേ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി മത്തനും പയറും എലിശ്ശേരിയിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിനായി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതിന് ശേഷം ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ചുമന്ന കളറാവുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക തന്നെ.
അപ്പം മത്തനും പയറും എലിശ്ശേരിയും ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അപ്പോൾ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസം ഇവിടെ റെഡിയായി. ഇനി ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുക്കാനായി ബീട്രൂട്ട് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം പച്ചമുളകും കൂടിയിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട തൈരും ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വറവിടാനായി ചൂടായ പാനിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും ഇവിടെ റെഡിയായി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു സദ്യ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സാമ്പാർ, മത്തനും പയറും എലിശ്ശേരി, ഇഞ്ചും പുളി, പയറും മെഴുക്കുവരട്ടി, അവിയൽ, ബീട്രൂട്ട് പച്ചടി, പിന്നെ പായസം. ഇതിൻ്റെ കൂടെ പപ്പടം ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.